ഹാപ്പി ന്യൂ ഇയർ മെസ്സേജുകൾക്കെല്ലാം റിപ്ലൈ കൊടുത്ത് ജനുവരി 1 തിയേറ്ററിൽ പോയി ഫസ്റ്റ് കണ്ട പടം ക്രേവൻ ദി ഹണ്ടർ എന്ന സിനിമയായിരുന്നു. സത്യം പറയാലോ, വളരെ ചുരുങ്ങിയ വാക്കുകളിൽ ഒരു ചത്ത പടം എന്നാണ് അതിനെ വിശേഷിപ്പിക്കാൻ പറ്റുക. അതിനെക്കൊണ്ട് ഇനി ഒന്നും വയ്യ, കൂട്ടിയാൽ കൂടൂല. അങ്ങനത്തെ അവസ്ഥയിലുള്ളൊരു സിനിമ. അത് കണ്ടു കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ ഞാനും ആ ഒരു മൂടങ്ങ് പോയി. ഒരു ഗംഭീര സിനിമ കാണണം, ഒരു ആക്ഷൻ പടം തന്നെ കണ്ടേക്കാം എന്നൊക്കെ വിചാരിച്ചിരിക്കുമ്പോഴാണ് മാക്സ് എന്ന് പറയുന്ന കന്നഡ സിനിമ അവിടെ ഭയങ്കര ഹിറ്റായിരുന്നു അത്രേ. ഡിസംബർ 25 പടം റിലീസായതാണ്. അത് കേരളത്തിൽ റിലീസ് വരുന്നത് ഇന്നാണ്. എന്നാൽ പിന്നെ മാക്സ് പോയി കണ്ടേക്കാം. നമ്മുടെ കിച്ച സുദീപാണ് അതിൽ നായകനായിട്ട് അഭിനയിച്ചിരിക്കുന്നത്. മച്ചാൻ ഒരു അടിപൊളി ആർട്ടിസ്റ്റാണ്. പിന്നെ പുള്ളി ഇടിക്കുന്ന കാണാനും ഒരു മനോഹാരിത ഉണ്ടാവും എന്നൊക്കെ വിചാരിച്ച് അത് തിയേറ്ററിൽ പോയി കണ്ടു. സത്യം പറഞ്ഞാൽ ഇവിടെയും ചുരുങ്ങിയ വാക്കുകളിൽ ഇതിപ്പോൾ തിരക്കിട്ട് പോയി കണ്ട കാര്യമൊന്നും ഇല്ലായിരുന്നു, OTT വരുമ്പോൾ കണ്ടാൽ മതിയായിരുന്നു എന്നുള്ളൊരു ഫീലാണ് എന്നിൽ ഉണ്ടാക്കിയത്. വിജയ് കാർത്തികേയ ആദ്യമായി സംവിധാനം ചെയ്യുന്ന സിനിമയാണ്. ഇതിൻ്റെ ബേസ് കഥ എന്ന് പറയുന്നത് നമുക്ക് കൈദിയായിട്ട് വളരെ സാദൃശ്യം തോന്നും. പോലീസ് സ്റ്റേഷൻ ഇതിലൊരു ഘടകമാണ്, വലിയ ഗുണ്ടാ സംഘങ്ങൾ ഇതിലൊരു ഘടകമാണ്, പിന്നെ ഒറ്റ രാത്രി നടക്കുന്ന ഒരു സംഭവമാണ്. കൈദിയായിട്ട് ഞാൻ കമ്പയർ ചെയ്യല്ല, പക്ഷേ ഒറ്റ രാത്രിയിലെ നമ്മളിങ്ങനെ മുൾമുനയിൽ നിർത്തുന്ന ഒരു സിനിമ അനുഭവം അവിടെ ഉള്ളതുകൊണ്ട് ഈ സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് ആ പഞ്ച് ഫീൽ ചെയ്തില്ല. കിച്ച സുദീപ് അവതരിപ്പിക്കുന്ന മാക്സ് അഥവാ അർജുൻ മഹാക്ഷയ് എന്ന് പറയുന്ന ക്യാരക്ടർ എന്ന് പറയുന്നത് ഭയങ്കര ടെററായിട്ടുള്ള ഒരു പോലീസുകാരനാണ്. ഒന്നിനും അയാൾ വഴങ്ങില്ല. പിന്നെ ഉറപ്പായിട്ടും പുള്ളി ഇടിച്ചു കഴിഞ്ഞാൽ ആളുകളൊക്കെ എയറിൽ നിൽക്കും. അങ്ങനത്തെ ഒരു മനുഷ്യനാണ് ഇദ്ദേഹം. ഒരു പുതിയ പോലീസ് സ്റ്റേഷനിൽ ചാർജ് എടുക്കുമ്പോൾ അന്നേ ദിവസം അവിടെ 2 കൊല നടക്കുന്നു. ആ കൊലയുമായി ബന്ധപ്പെട്ട് അവരുടെ ബാക്ക്ഗ്രൗണ്ട് ഭയങ്കര പൊളിറ്റിക്കലി ഒക്കെ പവർഫുൾ ആയതുകൊണ്ട് ഈ പോലീസുകാർ അന്ന് രാത്രി പോലീസ് സ്റ്റേഷനിൽ നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങളും അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അവർ ചെയ്യുന്ന കാര്യങ്ങളും അതുമായി ബന്ധപ്പെട്ടുള്ള സംഭവങ്ങളൊക്കെയാണ് നമ്മളെ സിനിമയിൽ കാത്തിരിക്കുന്നത്. സിനിമ തുടങ്ങുമ്പോൾ തന്നെ ലോജിക്കലി എനിക്ക് സെറ്റാവാത്ത കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പോലീസ് സ്റ്റേഷനൊക്കെ ഒരുമാതിരി ചായക്കട പോലെ എല്ലാവർക്കും പൂട്ടി അവരവരുടെ വഴിക്ക് പോകാൻ പറ്റുന്ന അങ്ങനത്തെ ഒരു സെറ്റപ്പിലൊക്കെയാണ് തുടക്കത്തിൽ കാണിക്കുന്നത്. അതൊരു വലിയ കുഴപ്പമൊന്നുമല്ലാത്ത അല്ലെങ്കിൽ സ്ഥിരം നടക്കുന്ന പോലെയൊക്കെ അങ്ങനെ ഫീൽ ചെയ്യിപ്പിക്കുന്ന തരത്തിൽ കാണിക്കുന്നുണ്ടായിരുന്നു. വേറെയും കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. സിനിമയിൽ ലോജിക്ക് വേണമെന്ന് നമ്മൾ നിർബന്ധം പിടിക്കുന്നില്ല, പക്ഷേ സിനിമയ്ക്കകത്തൊരു കഥയുണ്ടല്ലോ, ആ കഥയ്ക്കുള്ളൊരു ലോജിക്ക് ഉണ്ടല്ലോ, അതിനെ സാറ്റിസ്ഫൈ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ആദ്യം ഫീൽ ചെയ്തെങ്കിലും സാരമില്ല, പോട്ടെ, നമ്മൾ ഇടി കാണാനാണ്, ആക്ഷൻ പരിപാടികൾ, അതിലേക്കൊന്ന് കടന്നു കഴിയുമ്പോൾ സിനിമ വേറെ ഗിയറിലേക്ക് മാറും എന്ന് വിചാരിച്ച് ഇങ്ങനെ കാത്തിരിക്കുകയാണ്. പക്ഷേ 1-2 ഫൈറ്റ് സീക്വൻസുകളിലെ ചില മൂവ്സും പിന്നെ 1-2 കുറച്ച് വയലൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്. അതൊക്കെ കാണിച്ചതൊഴിച്ചാൽ ഇതൊരു ടിപ്പിക്കൽ ആവറേജ് ഫൈറ്റ് സീക്വൻസുകളുള്ളൊരു സിനിമയാണ്. ഇതിൻ്റെ സൗണ്ടിങ് പരിപാടികൾ നോക്കിയാലും ബാക്ക്ഗ്രൗണ്ട് സ്കോറിലേക്കൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാലും ഒരു പഞ്ച് എലമെൻറ്റ് കിട്ടിയിട്ടില്ല. അതായത് നമ്മളൊരു സാധനം കണ്ടുകൊണ്ടിരിക്കുക, നമുക്ക് കൈയടിക്കാൻ തോന്നുന്ന, അതായത് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് വാ എന്ന് പറഞ്ഞ ഒരു സാധനം വരണമല്ലോ, അങ്ങനത്തെ ഒരു സാധനം പോലും ഒരിക്കൽ പോലും ഉണ്ടാവാത്തൊരു സിനിമയായിരുന്നു. ഞാൻ വിചാരിച്ചത് എൻ്റെ മാത്രം കുഴപ്പമാണെന്ന്. അപ്പോൾ ഞാൻ തിയേറ്ററിൽ ചുറ്റും നോക്കി, എല്ലാവരും ഇങ്ങനെ ഇരുന്ന് ആ സിനിമ കണ്ടു തീർക്കായിരുന്നു. ഞാൻ പറയുന്നത് മോശമാണെന്നല്ല, നമ്മളിൽ പ്രത്യേകിച്ച് അനക്കമൊന്നും ഉണ്ടാക്കില്ല. നമ്മളെന്തോന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ്, അതിൽ ആ വിഷ്വലി അവർ തീയും പുകയും കുറച്ച് കളറൊക്കെ ആയിട്ട് കാണാനൊരു ഓളമൊക്കെ ഉണ്ട്. പക്ഷേ അതിൻ്റെ അപ്പുറത്തേക്ക് നമ്മൾ പ്രതീക്ഷിക്കുന്നൊരു സാധനം ഉണ്ടല്ലോ, മാക്സ് എന്നൊക്കെ പറഞ്ഞു വരുന്നു. പിന്നെ മാക്സിനെ കുറിച്ച് തള്ളലാണ് പാട്ടിൻ്റെ വരിയിലൊക്കെ. മാക്സ് എന്ന് പറഞ്ഞാൽ ആരാണെന്ന് അറിയാമോ, മാക്സ് അങ്ങനെയാണ്, മാക്സ് ഇങ്ങനെയാണെന്നൊക്കെ പറയുന്ന കുറേ സാധനങ്ങൾ സിനിമയിൽ അവിടെ ഇവിടെയൊക്കെ പറയുന്നുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് ഓവർ ആക്ടിങ്ങിൻ്റെ അയ്യൊരു കളിയായിട്ട് ഹെഡ് കോൺസ്റ്റബിൾ അല്ല, വെറും കോൺസ്റ്റബിൾസ് ആണെന്ന് തോന്നുന്നു, 2 ഫീമെയിൽ ക്യാരക്ടേഴ്സ് ഉണ്ട്. അവർ ടെൻഷൻ അടിക്കാൻ നേരത്ത് കണ്ണൊക്കെ ഇട്ട് ഉരുട്ടി കവളൊക്കെ ഇട്ട് വിറപ്പിച്ചിട്ട് ഭയങ്കര പെർഫോമൻസാണ്, മാരക പെർഫോമൻസ്. അതിനും കൂടി ചേർത്ത് മറ്റ് മെയിൽ ആർട്ടിസ്റ്റുകളും വൻ പെർഫോമൻസ് ഒക്കെ ഉണ്ട്. ഇവരുടെ പേടിയൊക്കെ കാണുമ്പോണ്ടല്ലോ, മറ്റേ അംഗനവാടി പിള്ളേരെ നമ്മൾ ഈ ഡ്രാക്കുളയുടെ കഥ പറഞ്ഞ് പേടിപ്പിക്കുന്നത് പോലെയാണ്. അതായത് എക്സ്പ്രഷൻ ഇട്ട് മരിക്കാം, നമുക്ക് പേടിയൊക്കെ ഉണ്ടാവും, പക്ഷേ അത് ഇതൊക്കെ പറഞ്ഞ് ഭയങ്കര എക്സ്പ്രഷൻ ഇട്ട് എനിക്ക് തിയേറ്ററിൽ സത്യം പറഞ്ഞാൽ ചിരി വരുന്നുണ്ടായിരുന്നു ഇവരുടെ പല സീനുകളും കണ്ടപ്പോൾ. ഇതൊക്കെ മുൻപ് വന്നിട്ടുള്ള ഹിറ്റ് സിനിമകളുടെ ഒരു സാധനം കാണിക്കാൻ വേണ്ടിയിട്ടാണ്. നായകനെ കുറിച്ച് പറയുമ്പോൾ നെഞ്ചു നിവർത്തി നിന്ന് ഭയങ്കര ഡയലോഗായിട്ട് പറയുക, വില്ലനെ കുറിച്ച് പറയുമ്പോൾ അയ്യോ എന്നൊക്കെ പറയുന്ന സാധനം ഇടുക, അതൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ അത് വർക്കാവുന്നില്ലായിരുന്നു. പിന്നെ വിഷ്വലി നമ്മൾ നോക്കുമ്പോൾ ആർട്ട് ഡിപ്പാർട്ട്മെൻറ്റ് അവർ ഉണ്ടാക്കി വെച്ചിട്ടുള്ള സാധനമാണ് എന്നുള്ളത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്ന രീതിയിലുള്ള പരിപാടിയൊക്കെയാണ് ചെയ്തിരിക്കുന്നത്. മോശമാക്കി അലമ്പാക്കി എന്നല്ല എഗെയിൻ ഞാൻ പറയുന്നത്. സിനിമ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാം, പക്ഷേ നമ്മളിൽ ഒരനക്കവും ഉണ്ടാക്കാത്തൊരു സിനിമയാണ്. അറ്റ്ലീസ്റ്റ് എനിക്കൊരു അനക്കവും ഫീൽ ചെയ്തില്ല. പിന്നെ വളരെ പ്രഡിക്റ്റബിൾ എന്നല്ല അതിന് പറയുക. ചില സീനുകളൊക്കെ സിനിമയുടെ തുടക്കത്തിൽ കാണിക്കുമ്പോൾ നമുക്കറിയാം, അല്ലെങ്കിൽ ചില ഒബ്ജക്റ്റൊക്കെ സിനിമയുടെ തുടക്കത്തിൽ കാണിക്കുമ്പോൾ നമുക്കറിയാം ഇത് വളരെ പഞ്ചിങ് ആയിട്ടുള്ളൊരു സീനിലേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർ വെക്കുന്നതാണ്. പ്രത്യേകിച്ച് സിനിമയുടെ തുടക്കത്തിൽ ഒരു പെട്ടി കാണിക്കുന്നു, അപ്പോൾ തന്നെ അറിയാം എന്താണ് എങ്ങനെയാണെന്നുള്ളത്. പക്ഷേ അത് ഇവർ എക്സിക്യൂട്ട് ചെയ്യുമല്ലോ, അതെന്താണ് സാധനം എന്നുള്ളത് നമ്മളെ കാണിക്കുക, അല്ലെങ്കിൽ എന്താണ് തുടക്കത്തിൽ ആ ഡയലോഗ് പറഞ്ഞതിൻ്റെ അർത്ഥം എന്നുള്ളത് നമ്മളെ തുടക്കത്തിൽ അവതരിപ്പിച്ച് കാണിക്കുക എന്ന് പറയില്ലേ, അവിടെ നമുക്കൊരു ചാർജ് ഫീൽ ചെയ്യണ്ടേ, ഒരു ഉന്മാദം ഫീൽ ചെയ്യണ്ടേ.
അങ്ങനെയൊന്നും ഉണ്ടായില്ല. പിന്നെ നായകൻ്റെ കുറച്ച് ബുദ്ധിപരമായ നീക്കം, ഇതൊരു ചെസ്സ് കളി പോലെയാണ്. നായകൻ എന്ത് ചെയ്യും എന്നുള്ളത് വില്ലൻ ആൻറ്റിസിപ്പേറ്റ് ചെയ്യുന്നു, വില്ലൻ അങ്ങനെ എന്ത് ചിന്തിക്കും എന്നുള്ളത് നായകൻ ഇവിടെ നിന്ന് ആൻറ്റിസിപ്പേറ്റ് ചെയ്യുന്നു, അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്യുന്നു. അങ്ങനെ ബുദ്ധിപരമായിട്ടുള്ള കുറച്ച് പരിപാടികളും കൂടി അവർ എക്സിക്യൂട്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ അവിടെയും എന്തെങ്കിലും ഒരു വൻ സംഭവം ചെയ്തു എന്ന് പറയുന്ന പോലത്തെ ഒരു ഫീൽ ഉണ്ടല്ലോ, ആ ഒരു ട്വിസ്റ്റ് കാണുമ്പോൾ എൻ്റെ മോനെ ഇങ്ങനെയൊക്കെ ആലോചിച്ചോ എന്ന് പറയുന്ന പോലത്തെ ഒരു സാധനം, അതൊന്നും എവിടെ ഉണ്ടായിരുന്നില്ല. ഒരു ജനറിക് ആക്ഷൻ പടം, കന്നഡയിൽ നിന്നൊരു പടം വന്നിരിക്കുന്നു, അതിൽ കൈദിയുടെ കുറേ എലമെൻറ്റുകളുണ്ട് എന്ന് മാറ്റി നിർത്തി കഴിഞ്ഞാൽ പ്രത്യേകിച്ച് അനക്കൊന്നും ഉണ്ടാക്കാതെ ഞാൻ കണ്ടു തീർത്തൊരു സിനിമയാണ് മാക്സിമം എന്ന് പറയാൻ അതിനകത്തൊന്നും ഉണ്ടായില്ല. ഒരു പാതി കൈതി എന്ന് വേണമെങ്കിൽ ഇതിനെ വിശേഷിപ്പിക്കാം. സോ ഞാൻ ഈ പറഞ്ഞത് മുഴുവൻ എൻ്റെ മാത്രം പേഴ്സണൽ എക്സ്പീരിയൻസോ പേഴ്സണൽ ഒപ്പീനിയനോ ആണ്. പക്ഷേ നിങ്ങൾക്കിത് ഡിഫറെൻ്റ് ആയിരിക്കാം. ഒരുപക്ഷെ സിനിമ നിങ്ങൾക്ക് ഗംഭീരമായി ഫീൽ ചെയ്തിട്ടുണ്ടാവാം. ചിലപ്പോൾ ഞാൻ ഈ പറഞ്ഞൊന്നും പോരാന്നും ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നിയെന്ന് വരും. അപ്പോൾ നിങ്ങൾ ഈ സിനിമ തിയേറ്ററിൽ കണ്ട ആളാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക.